ഒരു കൊല്ലം മുമ്പ് നട്ട മുന്തിരിവള്ളിയിലുള്ള മുന്തിരിങ്ങകളാണ് ഈ കാണുന്നത്. ഞാൻ കവറിട്ട് സംരക്ഷിച്ചിരിക്കുകയാണ്. ചില കൊലകളിൽ 5-6 ഉണ്ട്. ഒറ്റയൊന്ന് മാത്രമുള്ള കൊലകളും ഈ കൂട്ടത്തിലുണ്ട്. ഇത് 2-3 ഉണ്ട്. ഇതും കുറച്ചെണ്ണം ഉണ്ട്, 5-6 ഉണ്ടാവും. ഇതെല്ലാം ഞാൻ കവറിട്ട് സംരക്ഷിച്ചിരിക്കുന്നത് കിളി കൊത്തിപ്പോവാതിരിക്കാനും പ്രാണികൾ കേടാക്കാതിരിക്കാനുമാണ്. പക്ഷേ എനിക്കിപ്പോൾ അറിയാത്തത് ഇതെപ്പോൾ പറിച്ചെടുക്കാനാവും എന്നുള്ളതാണ്. കുറേശ്ശെ വളരുന്നതായിട്ട് കാണുന്നുണ്ട്. കവറിനകത്ത് മുന്തിരിങ്ങകൾ നോക്കുമ്പോൾ അറിയാം. നല്ലോണം ക്ലിയറായിട്ടുള്ള കവറിട്ടതിൽ പ്രത്യേകിച്ച് കാണാം. അപ്പോൾ വളരുന്നത് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ട്. ഇതാണ് ഉള്ളതിൽ ഏറ്റവും മൂപ്പുള്ള മുന്തിരിങ്ങകൾ. ആദ്യത്തിൽ ഇത് കണ്ടുപിടിച്ച സമയത്ത്, അതായത് ചെടി കായ്ച്ചതായിട്ട് അറിയുന്നത് തന്നെ ചെറുതായിട്ട് പ്രൂൺ ചെയ്തപ്പോഴാണ്, കേടായ ഇലകളൊക്കെ നീക്കി കളഞ്ഞപ്പോഴാണ്. അപ്പോൾ അത് തന്നെ ഇതൊന്ന് ഒരെണ്ണം താഴെ വീണ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഏകദേശം മൂപ്പെത്തിയെന്ന്. പക്ഷേ ഞെക്കി നോക്കിയപ്പോൾ വലിയ ഞങ്ങളൊന്നും കണ്ടില്ല. അപ്പോൾ കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ട് ഞാൻ ഒരെണ്ണം മുറിച്ചെടുത്ത് നോക്കി. നല്ല കുരുവൊക്കെ ആയിട്ടുണ്ട്, 2-3 കുരുവൊക്കെ ഉണ്ട്. പക്ഷേ മുന്തിരിങ്ങ വായ വെച്ചപ്പോൾ പൊളിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ബാക്കി പറിക്കാൻ നോക്കിയില്ല. പൊളിക്കുന്ന മുന്തിരിങ്ങ കിട്ടിയിട്ട് നമുക്കെന്താ കാര്യം. അപ്പോൾ വീണ്ടും കവറിട്ട് കൊടുത്തു, കാത്തിരിക്കാൻ തുടങ്ങി. ഇനിയിപ്പോൾ എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് രണ്ടാമത് പരീക്ഷിക്കേണ്ടതെന്ന് അറിയാത്തത്. ഒരു പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഒരു മുന്തിരിങ്ങയും കൂടെ പറിച്ചെടുത്തിട്ട് രുചിച്ച് നോക്കും. അല്ലാതെ ഇപ്പം എന്താ ചെയ്യുക, ഇതിനെപ്പറ്റി ഐഡിയ ഇല്ലാഞ്ഞാൽ. ഒരിടത്ത് വായിച്ചത് ഇങ്ങനെയാണ്, ഉത്തരാർദ്ധഗോളം, അതായത് നോർത്തേൺ ഹെമിസ്ഫിയറിൽ മുന്തിരിങ്ങയുടെ കളറ് മാറ്റം വരുന്നത് ജൂൺ അവസാനവും ഓഗസ്റ്റ് പകുതിക്കും ഇടയിലുള്ള കാലഘട്ടത്തിലാണ്. അതിനുശേഷം 40 മുതൽ 60 ദിവസം വരെ കഴിഞ്ഞാലാണ് മുന്തിരിങ്ങ പറിച്ചെടുക്കാനാവുക. അപ്പോൾ ഒട്ടാകെ 3 മാസമൊക്കെ എടുക്കും മുന്തിരിങ്ങ മൂപ്പെത്താനെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ക്ഷമയോടെ കാത്തിരുന്ന് നോക്കാം. ആദ്യത്തെ തവണയാകുമ്പോൾ കുറച്ച് മുന്തിരിങ്ങ വേസ്റ്റ് ആയാലും കുഴപ്പമില്ല, കൃത്യമായിട്ട് അറിയണമല്ലോ.